ലഷ്കർ-ഇ-ത്വയ്ബയുടെ മുതിർന്ന ഓപ്പറേറ്ററിൽ റിസ്വാൻ ഹനീഫ അടുത്തിടെ നടത്തിയ പരസ്യ പ്രസംഗമാണ് ഇതിൽ പ്രധാനം. 2020 മുതൽ ഇതുവരെ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് തങ്ങളുടെ 30-ലധികം ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി ഹനീഫ ഒരു പൊതുസമ്മേളനത്തിൽ തുറന്നു സമ്മതിച്ചിരുന്നു. പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, മുസാഫറാബാദ്, റാവലക്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് തങ്ങളുടെ പ്രധാന നേതാക്കളും കേഡർമാരും കൊല്ലപ്പെട്ടു എന്നും ഇതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണെന്നുമാണ് ഹനീഫ ആരോപിക്കുന്നത്. വിദ്വേഷ പ്രത്യയശാസ്ത്രങ്ങളെ ന്യായീകരിക്കാനും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രസംഗം ഭീകര സംഘടനകൾ നേരിട്ട വൻ തിരിച്ചടിയുടെ പരസ്യമായ കുറ്റസമ്മതം കൂടിയായി മാറുകയായിരുന്നു. രഹസ്യാന്വേഷണ രംഗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ ഇവയാണ്. ഇത്തരം ഏജൻസികളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ സാങ്കേതിക സൂപ്പർ ഫീൽഡറാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന NTRO എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഇന്റലിജൻസ്, സാറ്റലൈറ്റ് വ്യോമ നിരീക്ഷണം, അഡ്വാൻസ്ഡ് സൈബർ സർവേലൻസ് എന്നിവയിൽ ഇവർ വിദഗ്ധരാണ്. ഇന്ത്യക്ക് അകത്തും രാജ്യത്തിന്റെ തലത്തിലും മുൻകൂർ അനുമതികളില്ലാതെ തന്നെ സാങ്കേതിക നിരീക്ഷണം നടത്താൻ അധികാരമുള്ള ഏക ഏജൻസിയാണ് ഇത്. ISRO, DRDO, ബാർക്ക് എന്നിവയിൽ നിന്ന് ഡേറ്റ സ്വീകരിച്ച് അത് RAW, IBDIA തുടങ്ങിയ ഏജൻസികൾക്ക് കൈമാറുന്നത് ഈ NTRO ആണ്. ഇന്ത്യയുടെ പ്രധാന വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ് RAW. ഇന്ത്യക്ക് പുറത്തുള്ള ഭീഷണികളെ ഹ്യൂമൻ ഇന്റലിജൻസ്, സാങ്കേതിക വിദ്യകൾ എന്നിവയിലൂടെ നിരീക്ഷിക്കുന്നു. വ്യോമ നിരീക്ഷണത്തിനായി ഏവിയേഷൻ റിസർച്ച് സെന്റർ, സാങ്കേതിക നിരീക്ഷണത്തിനായി ഇലക്ട്രോണിക് ആൻഡ് ടെക്നിക്കൽ സർവീസ്, റേഡിയോ റിസർച്ച് സെന്റർ എന്നിവ പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യക്കകത്ത് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ IB, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. വിദേശ മണ്ണിൽ അതീവ രഹസ്യ സൈനിക ദൗത്യങ്ങൾ നടപ്പാക്കാൻ സ്വന്തമായി പ്രത്യേക സേനയുള്ള ഏക സിവിലിയൻ ഏജൻസിയാണ് RAW. ഇവർ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിനുമാണ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയും കൗണ്ടർ ഇന്റലിജൻസും ഉറപ്പാക്കുന്ന പ്രധാന ഏജൻസിയാണ് IB. രാജ്യത്തിനകത്തുള്ള തീവ്രവാദ നീക്കങ്ങൾ, ചാരപ്രവർത്തനങ്ങൾ, ക്രമസമാധാനം എന്നിവ നിരീക്ഷിക്കുന്നു. രാജ്യത്തിനുള്ളിലാണ് പ്രധാന പ്രവർത്തനമെങ്കിലും RAW, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ മുൻകൂർ അനുമതിയോടെ വിദേശ രാജ്യങ്ങളിലും ഓപ്പറേഷൻ ഏകോപിപ്പിക്കാൻ IBക്ക് അധികാരമുണ്ട്. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയാണ് മറ്റൊന്ന്. ഇത് കര, നാവിക, വ്യോമസേനകളുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ തടയാൻ ഇവർ ആർമി, BSF, CRPF, ITBC, അതുപോലെ തന്നെ SSB എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഭീകരവാദ ഫണ്ടിംഗ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ തടയാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഇവർ ഒത്തുകൂടുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, CEIB, DRI സമാഹരിച്ച AIA, CBI എന്നിവർക്ക് കൈമാറുന്നത് ഇവരാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ശൃംഖലയുടെ പ്രവർത്തനം കൃത്യമായ ഘട്ടങ്ങളിലൂടെയും ഏകോപനങ്ങളിലൂടെയുമാണ് പൂർത്തിയാക്കുന്നത്. ഇവർക്ക് വിവരശേഖരണം നടത്തും. ഇങ്ങനെയാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ NTRO, അതുപോലെ തന്നെ ARC, ETS എന്നിവരും ഹ്യൂമൻ ചാരന്മാർ വഴിയോ RAW, IB എന്നിവരും വിവരങ്ങൾ ശേഖരിക്കുന്നു. തുടർന്ന് ഏകോപനം. ശേഖരിച്ച വിവരങ്ങൾ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിന് കൈമാറുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, ക്യാബിനറ്റ് സെക്രട്ടറി, RAW തലവൻ, IB ഡയറക്ടർ തുടങ്ങിയവർ അടങ്ങുന്ന ഈ സ്ട്രാറ്റജിക് പോളിസി ഗ്രൂപ്പ് ഇത് വിശകലനം ചെയ്യുന്നു. ഓപ്പറേഷൻ എക്സിക്യൂഷൻ വിശകലനം ചെയ്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭീഷണി ആഭ്യന്തരമാണെങ്കിൽ NIA, CBI, എക്സിക്യൂട്ടീവ് ഏജൻസികൾ, സംസ്ഥാന ATS എന്നിവർ നടപടിയെടുക്കുന്നു. വിദേശ മണ്ണിലെ സുരക്ഷാ ഭീഷണികളാണെങ്കിൽ കൗണ്ടർ ടെററിസം ദൗത്യങ്ങളിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും അത് നിർവീര്യമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ ശക്തി തുടങ്ങിയ അതീവ സുപ്രധാനവും സങ്കീർണവുമായ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് അന്തിമ തീരുമാനങ്ങളെടുക്കുന്നത്. ചുരുക്കത്തിൽ, രാജ്യത്തിന്റെ അതിർത്തികൾക്ക് വെളിയിലും സുരക്ഷ ഉറപ്പാക്കാൻ രാത്രിയും പകലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഭീമൻ ശാസ്ത്രീയ സൈനിക ശൃംഖല തന്നെ ഇന്ത്യക്കുണ്ട്. കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ 30-ലേറെ അംഗങ്ങളെ നഷ്ടമായി. പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും വെച്ചാണ് ലഷ്കർ സംഘത്തിൽപ്പെട്ടവർ കൊല്ലപ്പെട്ടത്. പ്രധാനമായും പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, റാവൽകോട്ട, മുസാഫിർബാദ് എന്നിവിടങ്ങളിലുള്ളവരെയാണ് ലഷ്കറിന് നഷ്ടമായത്. വീഡിയോയിൽ കൃത്യമായി പറയുന്നു. ആദ്യമായാണ് ലഷ്കറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രസ്താവന പുറത്തു വരുന്നതും അജ്ഞാതരെ അയക്കുന്നതും ആക്രമണങ്ങൾ നടക്കുന്നതും ഇന്ത്യയാണെന്നും ഹനീഫ വീഡിയോയിൽ ആരോപിക്കുന്നു. ഇയാളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പാക് അധിനിവേശ കശ്മീരിൽ
തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സമാധാനത്തോടെയും ശാന്തതയോടുകൂടിയും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നും ഇന്ത്യൻ ഏജൻസികൾ തങ്ങളുടെ ആളുകളെ വധിക്കുകയാണ് എന്നും ഹനീഫ് അവകാശപ്പെട്ടു. ഭീകരർ കൊല്ലപ്പെട്ടതിനെ പരാമർശിക്കുമ്പോൾ മറ്റ് മതവിഭാഗങ്ങൾ ലക്ഷ്യമിട്ട് അങ്ങേയറ്റം വിദ്വേഷകരവും പ്രകോപനകരവുമായ പ്രവർത്തനങ്ങളും ഇയാൾ നടത്തിയിട്ടുണ്ട്. കേവലം മതവിശ്വാസത്തിന്റെ പേരിലാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നും വരുത്തി തീർക്കാനാണ് ഭീകര സംഘടന ഇതിലൂടെ ശ്രമിക്കുന്നത്. 80കളുടെ അവസാനത്തിൽ ഹാഫിസ് മുഹമ്മദ് സയ്യിദ്, സഫർ ഇക്ബാൽ, അബ്ദുള്ള അസം എന്നിവർ ചേർന്നാണ് ലഷ്കർ-ഇ-ത്വയ്ബ രൂപീകരിച്ചത്. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് രൂപം കൊണ്ട ഈ സംഘടന പിന്നീട് ജമ്മു കാശ്മീരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. നിലവിൽ ഇന്ത്യ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ലഷ്കർ-ഇ-ത്വയ്ബയും ഭീകര സംഘടനയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1980കളുടെ അവസാനത്തിൽ ഹാഫിസ് മുഹമ്മദ് സയ്യിദ്, സഫർ ഇക്ബാൽ, അബ്ദുള്ള അസം എന്നിവർ ചേർന്നാണ് ലഷ്കർ-ഇ-ത്വയ്ബ സ്ഥാപിച്ചത്. പാകിസ്ഥാനിലെ മുർദ്കെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഈ മർക്കസ് ഉദ്വ വൽ ഇർഷാദ് എന്ന മത സാമൂഹിക സംഘടനകളുടെ സൈനിക വിഭാഗമായാണ് ലഷ്കർ രൂപം കൊണ്ടത്. 1989 സോവിയറ്റ് സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെ ലഷ്കർ തങ്ങളുടെ ശ്രദ്ധ ജമ്മു കാശ്മീരിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഈ പുതിയ വീഡിയോയെക്കുറിച്ച് കേന്ദ്രം അതീവ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ശൃംഖല പാകിസ്ഥാൻ വിപുലീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2025 മുതൽ 2026 ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം 6 ഉപഗ്രഹങ്ങളാണ് പാകിസ്ഥാൻ വിക്ഷേപിച്ചത്. പുതുതായി വിക്ഷേപിച്ച ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും ഇന്ത്യയുടെ അതിർത്തി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ, ജമ്മു കാശ്മീർ മേഖലകൾ എന്നിവയുടെ ചിത്രങ്ങൾ തുടർച്ചയായി പകർത്താൻ സാധിക്കുന്ന ഭ്രമണപഥത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇന്ത്യ ഇത്തരം നീക്കങ്ങളെ പുച്ഛിച്ച് തള്ളുകയുമാണ്. ഇന്ത്യ ആണവായുധ വിന്യാസ സംവിധാനങ്ങൾ നിരന്തരം ആയുധീകരിച്ചുകൊണ്ടായിരിക്കും ഉള്ളത്.